രണ്ട് വേവുകൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരേ ഫേസ് ഡിഫറൻസിലുള്ള വേവുകളും മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ കുറച്ച് ഫേസ് ഡിഫറൻസ് ഡിഫറൻ്റ് ആയിട്ടുള്ള വേവുകളും തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റും. ഓർത്തോണം, രണ്ട് വേവുകൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരേ ഫേസ് ഡിഫറൻസിലുള്ള വേവുകൾക്കും മിക്സ് ചെയ്യാൻ പറ്റും. എന്നാൽ ചെറിയ ഫേസ് ഡിഫറൻസിന് വ്യത്യാസമുള്ള വേവുകൾക്കും മിക്സ് ചെയ്യാൻ പറ്റും. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. നമ്മൾ ഇന്നലെ വരച്ച് കാണിച്ചതിനകത്ത് ഇതൊന്ന് ഓൾറെഡി ഇന്നലെ എഴുതിയതാണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരയ്ക്കുന്നതൊന്നും എഴുതണ്ട. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു വേവ് പോവാണ്. ഞാനിപ്പോൾ ഒരു വേവിന്റെ മണ്ടക്കൂടെ തന്നെ വേറൊരു വേവ് വരയ്ക്കുവാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു വേവ് പോവാണ്. ഇതിന്റെ മുകളിൽ കൂടെ തന്നെ ഇതിന്റെ മുകളിൽ കൂടെ തന്നെ ഒരു വേവ് പോകണം. അപ്പൊ രണ്ട് വേവിന്റെയും മിക്സ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു വേവിന്റെ ക്രസ്റ്റും ഒരു വേവിന്റെ ട്രഫും മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴും കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഉണ്ടാവും. ഓക്കെ, ക്രസ്റ്റും ട്രഫിലാ മിക്സ് ചെയ്യുന്നത്. എന്നാൽ ചെറിയ ഫേസ് ഡിഫറൻസ് വന്നാലും എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് കുറെ കേസുകളുണ്ട്. ഇപ്പം ഒരു വേവ് നോക്കി, ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. നോക്കിയോ, ഇങ്ങനെ ഒരു വേവ് വരയ്ക്കുന്നു. എന്നിട്ട് ഒരു വേവ് തന്നെ ഇങ്ങനെ വരയ്ക്കുന്നു. നോക്കിയോ, നമ്മൾ മറ്റേ AC കറണ്ട് പഠിച്ചപ്പോൾ പഠിപ്പിച്ചാണ്. ഇത് 0 ഡിഗ്രി മാർക്കാണ്, ഇത് 90 ഡിഗ്രി റൊട്ടേഷൻ മാർക്കാണ്, ഇത് 180 ആണ്, ഇത് 270 ആണ്, ഇത് 360 ആണെന്നാണ് പഠിപ്പിച്ചത്, അല്ലയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ AC-യുടെ കേസിൽ AC ത്രൂ ഇൻഡക്ടർ പഠിപ്പിച്ചപ്പോൾ നമ്മുടെ എന്താണ് EMF പുറകിൽ കൂടാ പോയത്. കുറച്ച് പുറകിലായിരുന്നു അല്ലേ? ഐസ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിൽ EMF പുറകിലും എന്താണ് ഇൻഡക്ടറിൽ EMF ഫ്രണ്ടിലുമായിരുന്നു ഇല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വേവ് വരയ്ക്കുക. നോക്കിയോ, ഇങ്ങനെ ഒരു വേവ് വരയ്ക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു വേവ് വരയ്ക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വേവ് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? ഈ വേവ് തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോഴും ഏകദേശം ക്രസ്റ്റും തമ്മിലാണ്. എന്നാലും ക്രസ്റ്റും അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, എന്നാൽ അടുത്തൊരു കേസ് വരയ്ക്കുക. അപ്പൊ ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഇങ്ങനെ രണ്ട് വേവ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണെന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇനിയും അടുത്തൊരു കേസ് എടുക്കുകയാണ്. നോക്കിയോ, അടുത്തൊരു കേസ് എടുക്കുകയാണെങ്കിൽ ഒരു വേവ്, ഇപ്പൊ ഇത് 0, ഇത് 90, ഇത് 180, ഇത് 270, ഇത് 360. ഓക്കെ, ഒരു വേവ് then ഇങ്ങനെ പോകുന്നു. അതായത് ഒരു വേവ് then ഇങ്ങനെ പോകുന്നു. അടുത്ത വേവ് നോക്കിക്കോളൂ, then ഇങ്ങനെയാ പോകുന്നത്. അടുത്ത വേവ് then ഇങ്ങനെയാ പോകുന്നത്. അതായത് അടുത്ത വേവ് then ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ വന്ന് കണ്ടോ ഇങ്ങനെ പോവാണ്. ഇപ്പൊ നോക്കി, ഈ രണ്ട് വേവ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഇവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ഇതങ്ങ് തുടച്ചു കളയാ. ഈ വേവ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിച്ചോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്തുവാ? വേണ്ട, ഇത്രയും അല്ലേ ഈ വേവുകൾ തമ്മിലുള്ള. ഇത് പച്ചയായിട്ട് കൺസിഡർ ചെയ്യാമേ. ഇതിപ്പോ പച്ച വേവ്, ഇത് വേറൊരു വേവാ. ഓക്കെ, ഇതിന്റെ ബാക്കി ഇങ്ങോട്ടേക്കുണ്ട്, പക്ഷെ ആ വ്യത്യാസം കാണിക്കാൻ വേണ്ടി കണ്ടോ ഇങ്ങനെ വരച്ചാണ്. ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നോക്കിയേ, ഇതാണ് ഫൈ. ഇത് എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ട്? ഇവിടെ ഫൈ 180 ആണ്. ഓക്കെ, ഇനി വേറൊരു കേസ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, വേറൊരു കേസ് നമുക്ക് നോക്കാം. ഞാൻ ഒരു വേവ് വരയ്ക്കുന്നു. രണ്ട് വേവ് വരയ്ക്കാൻ പോവാണ്. 0 മാർക്ക് ചെയ്തു. ഇതൊന്നും വരയ്ക്കേണ്ട കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്. 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഓക്കെ, ഇവിടെ ഞാൻ ഒരു വേവ് വരച്ചു. നോക്കിയോ, ഒരു വേവ് വരച്ചു. ഓക്കെ, അടുത്ത വേവ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? അടുത്ത വേവ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ വേവിന്റെ ക്രസ്റ്റ് തന്നെ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിയോ, ബാക്കി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഈ വേവിന്റെ സ്റ്റാർട്ടിങ്ങും തമ്മിൽ, അല്ലെങ്കിൽ ആ കോമൺ പോയിന്റ് തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? ഈ താഴത്തെ അങ്ങ് തുടച്ചു കളയാം. താഴെ വേവ് ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങ് തുടച്ചു കളയാം. അപ്പൊ ഇത് വ്യത്യാസം മനസ്സിലാക്കിക്കാൻ വേണ്ടി. ഈ വേവ് ഇവര് തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ട്. കണ്ടോ, ഇതും തമ്മിൽ ഇത്രയും വ്യത്യാസം. ഫൈ ഈക്വൽ ടു 270 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. ഓക്കെ, അടുത്തൊരു കണ്ടീഷൻ കൂടെ പറഞ്ഞുതരാം. നോക്കിയോ, അടുത്തൊരു കണ്ടീഷൻ. ഇത് പച്ച വേവായിട്ട് വരയ്ക്കാമേ. ഇത് വേറെ വേവാണ്, ഇത് വേറെ വേവാണ്. ഈ വേവ് ഇങ്ങനെ പോകുന്നുണ്ടോ, ഇങ്ങനെയാണ്. അപ്പം ഇവര് തമ്മിലുള്ള ഇവന്റെ സ്റ്റാർട്ടിങ്ങും ഇവന്റെ സ്റ്റാർട്ടിങ് ഇവിടെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് 270. അടുത്തൊരു കേസ് എടുക്കുകയാണ്. 0, 90, 180, 270, 360. എന്നിട്ട് ഞാൻ നോർമൽ ഒരു വേവ് തന്നെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോകുന്നു. അടുത്ത വേവ് ഞാൻ വരയ്ക്കുന്നത് നോക്കിയോ, വേവ് ഞാൻ വരയ്ക്കുന്നത് കണ്ടോ. അടുത്ത വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങ് വരയ്ക്കുക. അതായത് പച്ച വേവ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വരയ്ക്കാം. 270 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെ വരയ്ക്കുന്ന പറഞ്ഞാൽ അതിനർത്ഥം എന്തോ, ബാക്കി എങ്ങനെയാണ് വരുന്നത്? കണ്ടോ, ഇതിന് മണ്ടക്കിടാതെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഫൈ നോക്കി, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ?
360 ആണ് ഫൈ. ഓക്കെ ആണല്ലോ, ഫൈ ഈസ് ഈക്വൽ ടു 360. നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു എവിടൊക്കെ ഫൈ എന്തൊക്കെ വരുമ്പോഴാണ് എന്താണ് കൺസ്ട്രക്റ്റീവ് ആവുന്നത് ഡിസ്ട്രക്റ്റീവ് ആവുന്നത് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. നോക്കി, ഇപ്പം ഫൈ 90 വന്നു. ഫൈ 90 വന്നപ്പോഴത്തേക്കും എന്താ, ഫൈ 90 വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഫൈ 0 വരുമ്പോൾ, ഫൈ 0 വരുമ്പോൾ ഏത് കണ്ടീഷനാ, ഫൈ 0 വരുമ്പോൾ ഒന്നൊന്നിന്റെ മണ്ടക്കൂടെ പോകുന്ന കണ്ടീഷൻ തന്നെയാണ്. ഒന്നൊന്നിന്റെ മണ്ടക്കൂടെ പോകുന്നത്. ഫൈ 0 വരുമ്പോഴത്തേക്കും കൺസ്ട്രക്റ്റീവ്. അത് ഞാൻ ആദ്യം വരച്ചാണ്, അത് വിട്ടുപോയി. ഓക്കെ, ഇത് കൺസ്ട്രക്റ്റീവാ. പിന്നെ ഫൈ 180 വരുന്നിടത്തും എന്താണ്, അതായത് ഫേസ് ഡിഫറൻസ് അല്ല, ഫേസ് ഡിഫറൻസ് 360 വരുന്നിടത്ത്, അതായത് 0 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫേസ് ഡിഫറൻസ് 360 വരുന്ന നോക്കി, ഈ വേവ് ഇങ്ങനെ വരച്ചു പോകുന്നത് മറ്റേ വേവിന്റെ മണ്ടക്കൂടെ തന്നെ പോകുന്നത് കണ്ടോ ഇങ്ങനെ. അപ്പം ഫേസ് ഡിഫറൻസ് 360 വന്നാലും എന്താണ്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. കാരണം ഒരു വേവിന്റെ ക്രസ്റ്റും മറ്റേ വേവിന്റെ ക്രസ്റ്റും, ഒരു വേവിന്റെ ട്രഫും മറ്റേ വേവിന്റെ ട്രഫും ആണ് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇന്നലെ ഒരു സാധനം പഠിച്ചായിരുന്നു, അതായത് 5/2 എന്ന് പറയുന്നത് 0 വരുമ്പോഴും പൈ വരുമ്പോഴും 2π വരുമ്പോഴും 3π വരുമ്പോഴും 4π വരുമ്പോഴും അങ്ങനെ nπ വരുമ്പോഴും എന്താണ്, നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്നാ പറഞ്ഞത് അല്ലേ. അതായത് ഫൈക്ക് 5/2 0 വരുമ്പോഴും പൈ വരുമ്പോഴും നോക്കിയാൽ 0 വരുമ്പോൾ 0, പൈ എന്ന് പറയുമ്പോൾ എത്ര, 5/2 പൈ എന്ന് പറയുമ്പോൾ 180, ഇത് 360, ഇത് എന്താണ് 3 × 180, 3 × 540, ഇങ്ങനെ പോകുന്നു. ഓക്കെ ഓക്കെ, അപ്പം 5/2ന്റെ ടേമിലല്ല നമ്മൾ പറയുന്നത്, ഫൈയുടെ ടേമിലാണ്. ഫൈയുടെ ടേമിൽ പറയുമ്പോൾ നോക്കിയേ, 5/2 0 വരുമ്പോഴത്തേക്ക് ഈ 2 ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്താ 0 × 2, ഇവിടെ എന്താണ് 180 × 2, ഇവിടെ എന്താ 360 × 2, ഇവിടെ എന്താ 540 × 2. അപ്പം ഫൈയുടെ വാല്യൂ 0 വരുന്നിടത്ത് കൺസ്ട്രക്റ്റീവ് ആണ്. ഫൈയുടെ രണ്ട് വേവ് തമ്മിലുള്ള ഡിഫറൻസ് 360 ഡിഗ്രി വരുമ്പോഴും കൺസ്ട്രക്റ്റീവ് ആണ്. രണ്ട് വേവുകൾ തമ്മിലുള്ള ഡിഫറൻസ് 720 വരുമ്പോഴും കൺസ്ട്രക്റ്റീവ് ആണ്. രണ്ട് വേവുകളുടെ ഡിഫറൻസ് 1080 വരുമ്പോഴും എന്ത് തന്നെയാണ്, കൺസ്ട്രക്റ്റീവ് ആണ്. അതിനെയാണ് നമ്മൾ ജനറലി എന്തായിട്ട് എടുത്തത്, 2nπ ആയിട്ട് എടുത്തത്. കണ്ടോ, പൈയുടെ വാല്യൂ 2nπ വരുന്നിടത്തെല്ലാം കൺസ്ട്രക്റ്റീവ് ആണ്. ശരിയല്ലയോ? നോക്കിയേ, നമ്മൾ നേരത്തെ ഒരു വേവിനെ ഇത് 0യും ഇത് 90യും ഇത് 180യും ഇത് 270യും ഇത് 360യും ആയിട്ട് വരച്ചു. എന്നിട്ട് ഒരു വേവിനെ കണ്ടോ ഇങ്ങനെ വരച്ചു. അടുത്ത വേവ് തേണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് വരച്ചു കഴിഞ്ഞാൽ നോക്കി, ഇവിടെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ വേവ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ, 360 ആയില്ലേ. പക്ഷേ ഈ വേവ് ഇങ്ങോട്ടേക്ക് കണ്ടിന്യൂ ആക്കി വരച്ചാലോ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ മറ്റേ വേവുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പച്ച വേവിന്റെ ട്രഫും പച്ച വേവിന്റെയും റെഡ് വേവിന്റെ ട്രഫും അതേപോലെ പച്ച വേവിന്റെ ക്രസ്റ്റും റെഡ് വേവിന്റെ ക്രസ്റ്റും തമ്മിൽ കണ്ടോ കോയിൻസൈഡ് ചെയ്തിരിക്കുക. അപ്പം കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. കണ്ടോ, അപ്പം ഫൈയുടെ വാല്യൂ 0 വരുമ്പോഴും 360 വരുമ്പോഴും 720 വരുമ്പോഴും 1080 വരുമ്പോഴും ഇനി ജനറലി 2nπ വരുമ്പോഴെല്ലാം എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആവും, 1 2 3 4 അങ്ങനെ. അത് നമ്മൾ ഇന്നലെ എഴുതിയില്ലായിരുന്നേ, അവിടെ അതും കൂടെ എഴുതിയേക്കണേ. അതായത് ഫൈ ഈസ് ഈക്വൽ ടു എന്താണ് 2nπ എന്ന് നമ്മൾ എഴുതിയായിരുന്നു. അവിടെ വേർ n ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കൊടുക്കാം, n ഈസ് ഈക്വൽ ടു 0 1 2 3 ഇങ്ങനെ കൊടുക്കണേ. അതേപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് വരുന്നത് എവിടേക്കാ നോക്കിയേ, ഈ 90 ഡിഗ്രി വരുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഫൈ ഇവിടെ ഫൈ തമ്മിൽ നോക്കിയേ 90 ഡിഗ്രിയാ. ഫൈ 90 ഡിഗ്രി വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്ട്രക്റ്റീവ് ആ. നോക്കിയേ, ഇതിന്റെ നോക്കിയോ, ഇവിടെ നോക്കിയോ, ഇതിന്റെ ക്രസ്റ്റും കണ്ടോ, ഇതിന്റെ ക്രസ്റ്റും തമ്മിൽ ഒരിക്കലും കോയിൻസൈഡ് ചെയ്തില്ല, ഇച്ചിരി നീങ്ങിയായിരിക്കുന്നത്. അതായത് ഫൈ ഇവിടെ 90 ഡിഗ്രിയാ, ഇവിടെ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും വരുന്നത്. ഇനി ഇവിടെ നോക്കിയോ, ഫൈ എന്ന് പറയുന്നത് 180 വരിക, 180 എന്ന് പറയുമ്പോഴത്തേക്കും അല്ല 180 വന്നു കഴിഞ്ഞാൽ പ്രശ്നം. നോക്കിയോ, ഈ കേസിലും ഫൈയുടെ വാല്യൂ 180 വരിക. 180 വരുമ്പോഴും കണ്ടോ ഈ വേവിന്റെ റെഡ് വേവിന്റെ ക്രസ്റ്റും അതേപോലെ ഗ്രീൻ വേവ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ട്രഫും തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അതേപോലെ 270 വരുമ്പോഴും നോക്കിയേ, 270 വരുന്ന സമയത്തും കണ്ടോ ഇങ്ങനെയാ വരുന്നത്. റെഡ് വേവ് തന്നെ ഇങ്ങനെയാ വരുന്നത്, റെഡ് വേവ് തന്നെ ഇങ്ങനെ പോകുന്നു. പക്ഷേ എന്താണ് ഗ്രീൻ വേവ് തന്നെ ഈ രീതിയിലാണ് പോകുന്നത്, ഗ്രീൻ വേവ് തന്നെ ഈ രീതിയിലാണ് പോകുന്നത്. കണ്ടോ, അപ്പോഴും അവിടെ ക്രസ്റ്റും ട്രഫും അല്ല കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, വ്യത്യാസം വരും. അപ്പം ഫൈയുടെ വാല്യൂ 270 വരുമ്പോഴും ഫൈയുടെ വാല്യൂ 90 വരുമ്പോഴും ഫൈയുടെ വാല്യൂ 180 വരുമ്പോഴും ഒക്കെ, അതായത് രണ്ട് വേവുകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ തന്നെ 90 270 180 270 ഒക്കെ വരുന്ന സമയത്ത് അവിടെ എല്ലാം ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ്. അതിനെയാണ് നമ്മൾ ജനറലി ഇന്നലെ ഇങ്ങനെ എടുത്തത്, ഫൈയുടെ വാല്യൂ
2n+1 ഇൻറ്റു പൈ ബൈ 2 വരുന്നിടത്ത് എല്ലാം എന്താണ് പൈയുടെ വാല്യൂ ബൈ 2 ഇല്ല, വെട്ടിപ്പോയല്ലോ. അതായത് പൈയുടെ വാല്യൂ 2n+1 ഇൻറ്റു പൈ വരുന്നിടത്തല്ല, അവിടെ എന്നിന്റെ വാല്യൂ എന്തായിരിക്കണം? അത് എഴുതിയിട്ടില്ലായിരുന്നു നമ്മൾ, അതും കൂടെ ഒന്ന് എഴുതിയിട്ടേക്കണേ. അവിടെ എന്നിന്റെ വാല്യൂ n ഈസിക്കൽ ടു 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, എക്സെട്ര. ഇനി വേറെ നമ്മളുണ്ട്, ഇവിടെ തന്നെ ഒരു കാര്യം കൂടെ എഴുതണം. പൈന്റെ വാല്യൂ 2n-1 ഇൻറ്റു പൈ വേണേലും ആവാം. അങ്ങനെ വരുവാണെങ്കിൽ എന്നിന്റെ വാല്യൂ 0 വരത്തില്ല, എന്നിന്റെ വാല്യൂ 1, 2, 3, 4. ഈ രണ്ട് കണ്ടീഷനും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ കണ്ടീഷൻ. ഇവിടെ മാക്സിമം ഇന്റൻസിറ്റി ആണ് ഉണ്ടാകുന്നത്, ഇവിടെ മിനിമം ഇന്റൻസിറ്റി ആണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. നമ്മൾ ഇവിടം വരെ ഇവിടം വരെയാണോ ആദ്യത്തെ എഴുതിയേ? ഓക്കെ. ഇനി നമ്മളിപ്പം എന്തിന്റെ ടേംസിലാണ് ഈ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്? ഫേസ് ഡിഫറൻസിന്റെ ടേമിൽ. ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് വേവിന്റെ ഡിഫറൻസ്. ഒരു വേവ് തേണ്ട ഇങ്ങനെ പോകുന്നു, അടുത്ത വേവ് ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, തന്നെ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ വേവ് തമ്മിലുള്ള ഡിഫറൻസ് ഫൈ, ഇവിടെ 90 ഡിഗ്രി. ഒരു വേവ് തേണ്ട ഇങ്ങനെ പോകുന്നു, ഒരു വേവ് ഇങ്ങനെ പോകുന്നു, അടുത്ത വേവ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, ഈ വേവ് തമ്മിലുള്ള ഡിഫറൻസ് 180 ഡിഗ്രി. ഇനി ഒരു വേവ് തേണ്ട ഇങ്ങനെ പോകുന്നു, ഒരു വേവ് ഇങ്ങനെ പോകുന്നു, അടുത്ത വേവ് തേണ്ട ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ വേവുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഫൈ എന്ന് പറയുന്നത് 270 ഡിഗ്രി. അപ്പം എവിടൊക്കെയാണ് എന്താണ് എങ്ങനെയൊക്കെ വേവ് മിക്സ് ചെയ്യുമ്പോഴാണ് കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം നമ്മളത് ഫേസ് ഡിഫറൻസിന്റെ ടേമിലാണ് പറഞ്ഞത്. ഓക്കെ. ഇനി നമ്മൾ പാത്ത് ഡിഫറൻസിന്റെ ടേമിൽ പറയാൻ പോവാണ്. ഇവിടെ മുതലാണ് പുതിയ ടോപ്പിക്ക് എഴുതിക്കോണം. പാത്ത് ഡിഫറൻസിന്റെ ടേമിൽ പറയാൻ പോവാണ്. അപ്പം എഴുതിക്കോളൂ. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതിക്കോ. പാത്ത് ഡിഫറൻസ് എന്ന് ഹെഡിങ് എഴുതിക്കോ. പാത്ത് ഡിഫറൻസ്. അതിനെ നമ്മൾ ഡെൽ എന്നാണ് എടുക്കുന്നത്. ഞാൻ ഡെൽ എന്നാണ് എടുക്കുന്നത്. ചില സ്കൂളുകളിൽ ഡെൽറ്റ എക്സ് എന്ന് എടുക്കുന്നുണ്ട്, ചില സ്കൂളുകളിൽ വെറും എക്സ് എന്നും എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ ഒരു കേസിൽ നമ്മൾ വേറെ ഒരു ഡിസ്റ്റൻസിന്റെ ടേമിലും കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് കണ്ടുപിടിക്കുമ്പോൾ ആ ഡിസ്റ്റൻസിന് നമ്മൾ എക്സ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ആ എക്സും ഈ എക്സും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഡെൽ എന്ന് തന്നെ എടുത്ത് അങ്ങ് ചെയ്യുകയാണ്. കേട്ടല്ലോ. നിങ്ങൾക്ക് എന്തുവാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എഴുതിക്കുക. ഓക്കെ. അപ്പം പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡിഫറൻസ് ഇൻ പാത്ത്, ഡിഫറൻസ് ഇൻ പാത്ത് ട്രാവേഴ്സ്ഡ് അല്ലെങ്കിൽ ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ ട്രാവേഴ്സ്ഡ് ബൈ ടു വേവ്. രണ്ട് വേവിന്റെ പാത്ത് തമ്മിലുള്ള ഡിഫറൻസ് അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നോക്കിയോ, കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ നോക്കണം. അതായത് ഞാനൊരു പേസ്റ്റ് ബോർഡ് വെട്ടി ഇങ്ങനെ എടുക്കുന്നു. ഈ പേസ്റ്റ് ബോർഡ് വെട്ടിക്കകത്ത് രണ്ട് കിഴുത്തകൾ ഇടുന്നു. ശ്രദ്ധിച്ചോണം. പേസ്റ്റ് ബോർഡ് വെട്ടിക്കകത്ത് ഇവിടെ ഒരു കിഴുത്ത, ഇവിടെ ഒരു കിഴുത്ത ഇടുന്നു. ഓക്കെ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് വെക്കാൻ പോവാം. അപ്പൊ ലൈറ്റ് സോഴ്സിൽ നിന്ന് എന്തായാലും വെട്ടം കോൺസെൻട്രിക് റിംഗ് പോലെ ആയിരിക്കില്ല. ഒരു ക്രസ്റ്റ്, അതേപോലെ തന്നെ ഒരു ട്രഫ് അല്ലേ? അടുത്തത് ഒരു ക്രസ്റ്റ്, അതേപോലെ തന്നെ ഒരു ട്രഫ് അല്ലേ? അടുത്തത് ഒരു ക്രസ്റ്റ്, കണ്ടോ? ഒരു ക്രസ്റ്റ്, ഒരു ട്രഫ്. അപ്പൊ ഈ കിഴുത്തക്കകത്തൂടെ കയറിപ്പോയല്ലോ. കിഴുത്തക്കകത്തൂടെ പുതിയ ഒരു ഇത് ഉണ്ടാവുമല്ലോ, ശരിയല്ലേ? അപ്പൊ വീണ്ടും ഇവിടെ ഒരു ക്രസ്റ്റ്, അടുത്ത എന്താ ഒരു ട്രഫ്, അടുത്തത് ക്രസ്റ്റ്, അടുത്തത് ട്രഫ്, അടുത്തത് ക്രസ്റ്റ്, അടുത്തത് ട്രഫ്, അടുത്തത് ക്രസ്റ്റ്, കണ്ടോ? ഇങ്ങനെ പോകുന്നു. അടുത്തത് ഒരു ട്രഫ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ചെറിയ കഴുത്തക്കകത്തൂടെ എന്താ ഉണ്ടാവും? പുതിയ ഇതുണ്ടാവല്ലോ. ക്രസ്റ്റ്. ഇതൊന്നും വരയ്ക്കണ്ടേ, ഇതൊക്കെ വരയ്ക്കണ്ട, ഇതൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. വരയ്ക്കാൻ ഈ ഡിഫറൻസ് മാത്രം, ഈ എഴുതാനുള്ളത് മാത്രം എഴുതിയിട്ട് ഇത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. ഇനി അടുത്തത് എന്താ? വീണ്ടും ഒരു ക്രസ്റ്റ് വന്നു, അതേപോലെ തന്നെ വീണ്ടും ഒരു ട്രഫ് വന്നു. സോറി, വീണ്ടും ഒരു ക്രസ്റ്റ് വന്നു, വീണ്ടും ഒരു ട്രഫ് വന്നു. ഓക്കെ ആണല്ലോ. ഞാൻ ഇവിടെ വേറൊരു ബേസ് ബോർഡ് വെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ വെച്ചിരിക്കുക. ഓക്കെ. എന്നിട്ട് ഞാൻ വേണ്ട ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഓക്കെ. ഇത് വേവ് ആയിട്ടല്ല റേ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇത് വേവ് ആയിട്ട് പോകുന്നില്ല, പകരം റേ ആയിട്ടാണ് പോകുന്നത്. വേവ് ആയിട്ട് പോകുന്നില്ല, റേ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നോക്കിയേ,
ഇങ്ങോട്ട് കുറെ വേവുകൾ ഉണ്ടാക്കും, റേകൾ ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ഇതിനെല്ലാം കണക്ട് ചെയ്തിട്ടല്ലേ വേവ് ഫ്രണ്ട് ആക്കിയല്ലേ നമ്മൾ വരച്ചിരിക്കുന്നത്. അതേപോലെ ഇവിടെ അതുപോലെ തന്നെ അല്ലേ, ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിലോട്ട്, ഈ ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ. അതേപോലെ ഇതിനും അങ്ങനെ ഉണ്ടാവുമല്ലോ, എല്ലാ ഡയറക്ഷനിലോട്ടും എന്തുണ്ട്, ഇവിടെ ഒന്നും വേവ് ഉണ്ടാവും. ഞാൻ ഇതിന്റെ ഈ വേവ് ഫ്രണ്ടുകളെല്ലാം മാറ്റിയിട്ട് ഞാൻ റേ വെച്ചിട്ട് വരയ്ക്കാൻ പോവാണ്. 2 റേ അവിടെ നിന്ന് എടുക്കാൻ പോവാണ്. അതായത് ഇവിടെ ഒന്ന് ഒരു 2 റേ തന്നെ ഇങ്ങനെ വരുന്നു. അതേപോലെ ഇവിടെ ഒരു സ്ക്രീന്, ഈ ഒരു പോയിന്റ് എടുത്തിട്ട് ഈ സ്ലിറ്റിൽ നിന്നും ഇവിടോട്ടൊരു റേ വന്ന് വീഴുന്നു, ഈ സ്ലിറ്റിൽ നിന്നും ഇവിടോട്ടൊരു റേ വന്ന് വീഴുന്നുണ്ടായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഒരു വേവും ഇതൊരു വേവും. ഈ വേവിന്റെ ലെങ്ത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ വേണ്ട ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. അപ്പം നോക്കിയേ, ഇപ്പൊ ഈ വേവിന്റെ കംപ്ലീറ്റ് ലെങ്തും ഈ വേവിന്റെ ഇത്രയും ലെങ്തും ഈക്വൽ ആയില്ലേ? അപ്പൊ എക്സ്ട്രാ എത്രയുണ്ട്? ഇതിനെയാണ് നമ്മൾ പാത്ത് ഡിഫറൻസ് ഡെൽ എന്ന് പറയുന്നത്. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ക്ലിയർ ആണോ? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ കുറേ വേവുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നിന്നും പുതിയ പുതിയ വേവുകൾ വരുന്നുണ്ട്, ഇവിടെ നിന്നും പുതിയ പുതിയ വേവുകൾ വരുന്നുണ്ട്. ഈ 2 വേവുകളും ഈ പോയിന്റിൽ വന്ന് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ പോയിന്റിൽ 2 വേവുകളും വന്ന് ഞാൻ റേ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു റേ വന്ന് വീഴുന്നുണ്ട്, അവിടെ നിന്നും ഒരു റേ വന്ന് വീഴുന്നുണ്ട്, 2 സ്ലിറ്റിൽ നിന്നും റേ വന്ന് വീഴുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. ഇത് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തായിരിക്കും ഇവിടെ വന്ന് വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വേവിനെക്കാളും കുറച്ചുകൂടെ ലെങ്ത് കാണും ഈ വേവിന്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നോക്കിയോ, ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈ ലെങ്ത്തും എന്താ ഈക്വൽ ആണ്. അപ്പൊ ബാക്കി എക്സ്ട്രാ ഉള്ള എത്ര റീജിയൻ ഇതായിരിക്കും അതിന്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡെൽ. അപ്പൊ ഈ ഡെല്ല് എന്തൊക്കെയാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡെല്ലിന്റെ വാല്യൂ എത്രയൊക്കെ ആകുമ്പോൾ കൺസ്ട്രക്റ്റീവ് ആണ്, ഡെല്ലിന്റെ വാല്യൂ എത്രയൊക്കെ ആകുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ആണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഫൈ എന്ന് പറയുന്നത് 2n പൈ വരുന്നിടത്തെല്ലാം കൺസ്ട്രക്റ്റീവ് ആണെന്ന് പഠിച്ചു. ഫൈയുടെ വാല്യൂ 2n + 1 ഇൻറ്റു പൈ എന്നോ അല്ലെങ്കിൽ 2n - 1 ഇൻറ്റു പൈ വരുന്നിടത്തോ എന്തൊക്കെയായിരിക്കും ഡിസ്ട്രക്റ്റീവ് ആണെന്നും പഠിച്ചു. ഇനി നമുക്ക് ഡെല്ലിന്റെ ടേമിൽ പഠിക്കാൻ പോകാം. ഡെല്ല് എന്തൊക്കെയാവുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, ഡെല്ലിന്റെ വാല്യൂ എന്തൊക്കെയാകുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. വേണമെങ്കിൽ ഈ പടം, ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്ന പടം ഇതിനെ താഴോട്ടൊന്ന് വരച്ചിട്ടിട്ട് ആ ഡെല്ലൊന്ന് മാർക്ക് ചെയ്യാം. അപ്പം അതിനുവേണ്ടി ഇങ്ങനെ റഫായിട്ട് വരച്ചാൽ മതി. ഒരു സ്ലിറ്റ് ഇങ്ങനെ ഒരു ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് കാണിക്കുക, ഇവിടെ ഒന്ന് ഒരു റേ ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങോട്ട് വന്ന് വീണു. ഇവിടെ ഒരു സ്ക്രീൻ വരയ്ക്കുക, എന്നിട്ട് ഇതിലോട്ട് ആരോ ഇട്ടേക്കണേ, എന്നിട്ട് ഇവിടോട്ട് ഇങ്ങനെ വന്ന് വീഴുന്നു ഈ ഒരു പോയിന്റ്. അതേപോലെ ഇവിടെ ഒന്നും ഈ പോയിന്റിൽ വേവ് വന്ന് വീഴുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് കൃത്യം ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അപ്പൊ നമുക്ക് കണ്ടോ ഈ ലെങ്തും ഈ ലെങ്തും ഈ ലെങ്തും ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ എക്സ്ട്രാ വരുന്നത് ഈ റീജിയൻ, ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെൽ എന്ന് പറയുന്നത്. ചിലതിനെ ഡെൽറ്റ എക്സ് എന്നും പറയാറുണ്ട് കേട്ടോ, ഡെൽറ്റ എക്സ് എന്നും പറയാറുണ്ട്. ഞാൻ ഡെല്ലിന്റെ ടേമിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇനി അടുത്ത ഹെഡിങ് എഴുതേണ്ടത്, നമുക്ക് ഓൾറെഡി ഫൈയുടെ വാല്യൂ എന്തൊക്കെ വരുമ്പോൾ കൺസ്ട്രക്റ്റീവ് ആണ് ഡിസ്ട്രക്റ്റീവ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഡെല്ലിന്റെ വാല്യൂ എന്തൊക്കെ വരുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഫൈയും ഡെല്ലും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എഴുതിയിട്ട് ഈ ഫൈയുടെ വാല്യൂ അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെല്ലിന്റെ ടേമിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇനിയും പറയാൻ പോകുന്നത്. അത് നോക്കിയോ ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ്. റിലേഷൻ ബിറ്റ്വീൻ phase difference and path difference, phase difference and path difference. അത് ഇക്വേഷൻ കാണാതെ പഠിച്ചോണം. del phi is equal to 2 pi by lambda into del x എന്നാ ഞാൻ പറഞ്ഞല്ലോ. ഈ del phi എന്ന് പറഞ്ഞ delta phi എന്ന് പറഞ്ഞാൽ എന്താ, phase difference ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പാത്ത് ഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസിനെ ഡെൽ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത്, ഞാൻ തൽക്കാലം ഇങ്ങനെ പറഞ്ഞെന്ന് തന്നേ ഉള്ളൂ. അപ്പം ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയാക്കാം. ഈ ഡെൽറ്റ ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈ ഈസിക്കലും നമുക്ക് എന്തെന്ന് എഴുതാം, 2 പൈ ബൈ ഇത് എന്താണ് ലാംഡ ഇൻറ്റു എന്തെന്ന് എഴുതാം,
എക്സ് എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഈ എക്സിന് പകരം ഞാൻ ഇവിടെ എന്താണ് ഞാൻ എക്സിന് പകരം ഞാൻ ഇവിടെ ഡെൽ എന്നാണ് കൊടുത്ത് മാറ്റി എഴുതാൻ പോവാം. അപ്പം ഓർ ഡെൽ പാത്ത് ഡിഫറൻസ് എന്നാക്കാമേ. ഡെൽറ്റ എക്സ് ഓർ ഡെൽ പാത്ത് ഡിഫറൻസ് എന്നാക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഡെല്ല് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമുക്കിപ്പോ ഡെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ പോരെ. അപ്പൊ 5 ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ 2π ഈസ് ഈക്വൽ ടു എന്തെന്ന് വരുന്നു? ഡെൽ എന്ന് വരുന്നു. അതായത് ഡെൽ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ 2π. ഓക്കെ. ഇനി കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നോക്കാം. കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ്. കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ ഫൈയുടെ കണ്ടീഷൻ എന്തായിരുന്നു? 2n പൈ അല്ല 2n പൈ ആയിരുന്നു അല്ലേ? 2n പൈ വരുന്നിടത്തെല്ലാം എന്താണ് ഇതായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ കൊണ്ട് ഡെല്ലിന്റെ വാല്യൂവിനകത്ത് കൊടുത്താൽ പോരെ. ഡെൽ ഈസ് ഈക്വൽ ടു എന്താണ് നമുക്കറിയാം 5 ലാംഡ ഡിവൈഡഡ് ബൈ 2π ആണ്. ഇതിനെ നേരെ കൊണ്ട് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതായത് ഇതിനെ നേരെ കൊണ്ട് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ ഈസ് ഈക്വൽ എന്തെന്ന് വരും? 2n പൈ ലാംഡ ഡിവൈഡഡ് ബൈ എന്താ 2π എന്ന് വരുന്നു. അവിടെ നിന്ന് ഈ മുകളിലത്തെ പൈയും താഴത്തെ പൈയും മുകളിലത്തെ 2ഉം താഴത്തെ 2ഉം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഈസ് ഈക്വൽ ടു n ലാംഡ വരുന്നു. അതിനർത്ഥം ആ ലൈറ്റിന്റെ വേവ് ലെങ്തിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റുകളിലെല്ലാം എന്തായിരിക്കും? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ലാംഡ ഡെൽ n ലാംഡ വരുന്നിടത്തെല്ലാം എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അതായത് പാത്ത് ഡിഫറൻസിന്റെ വാല്യൂ, അതായത് നേരത്തെ ഞാൻ വരച്ച ഈ ഡിസ്റ്റൻസിന്റെ വാല്യൂ n ലാംഡയ്ക്ക് ഈക്വൽ ആകുന്നിടത്തെല്ലാം കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ എന്നാണ് പറയുന്നത്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്? നമ്മൾ ഫൈയുടെ ടേംസിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് വരുന്നത് 2n ബൈ വരുമ്പോഴാണ്. അപ്പൊ അതിനെ കൊണ്ട് ഈ ഡെല്ലിനെയും ഫൈനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെല്ലിന്റെ ടേംസിൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് വരുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ഇൻ ടേംസ് ഓഫ് എന്താ നമ്മൾ ഇതിന്റെ ടേം കണ്ടുപിടിക്കാൻ പോവാ. നോക്കിക്കോളൂ. കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിൽ നമ്മൾ ഫൈയുടെ വാല്യൂ എന്ത് വരുമ്പോഴാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് വന്നത്? 2n + 1 × π വരുന്നിടത്തെല്ലാം ഡിസ്ട്രക്റ്റീവ് ആയിരുന്നു. ഇനിയും നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ 2n - 1 × π വന്നാലും ഡിസ്ട്രക്റ്റീവ് അല്ലേ? ആണ്. ഞാനിവിടെ 2n + 1 എന്നങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം അത് ഞാൻ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെല്ലിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ ഈസ് ഈക്വൽ ടു 5 ലാംഡ ഡിവൈഡ് ബൈ എന്തായിരുന്നു? 2π ആയിരുന്നു. ഞാൻ നേരെ ഇതിനെ കൊണ്ട് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 2n + 1 × π ഇൻറ്റു ലാംഡ ഡിവൈഡ് ബൈ എന്താ 2π എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ പൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ ഈസ് ഈക്വൽ ടു 2n + 1 ലാംഡ ബൈ 2 വരുന്നിടത്തെല്ലാം ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അതായത് നിങ്ങൾ നേരത്തെ വേവിന്റെ ഇത് വരച്ച സമയത്ത് ഈ ഡിസ്റ്റൻസ് ഇതിനെയാണല്ലോ ഡെൽ എന്ന് എടുത്തത്. ഈ ഡിസ്റ്റൻസിന്റെ വാല്യൂ 2n + 1 × ലാംഡ ബൈ 2 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നിടത്തെല്ലാം എന്നിന്റെ വാല്യൂ 1, 2, 3 ഒക്കെ കൊടുക്കാം. അത് വരുന്നിടത്തെല്ലാം എന്താണ്? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ രണ്ട് ആൾക്കാരുടെ ടൈമിൽ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും പഠിച്ചു. ഒന്ന് ഫേസ് ഡിഫറൻസ് 2n π വരുന്നിടത്തെല്ലാം കൺസ്ട്രക്റ്റീവ്, ഫേസ് ഡിഫറൻസ് 2n + 1 π അല്ലെങ്കിൽ 2n - 1 π വരുന്നിടത്തെല്ലാം ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് പഠിച്ചു. ഇനി പാത്ത് ഡിഫറൻസ് n ലാംഡ വരുന്നിടത്തെല്ലാം കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, പാത്ത് ഡിഫറൻസ് 2n + 1 ലാംഡ ബൈ 2 വരുന്നിടത്തെല്ലാം ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് പഠിച്ചു. ഇത്രയും പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഇത്രയും പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കിയോ. ഞാനിത് സമയം എടുക്കാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇച്ചിരി പാടുള്ള കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കാനൊക്കെ, അതുകൊണ്ടാണ് പറയുന്നത് വീണ്ടും വീണ്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് കോഹറന്റ് സോഴ്സ് എന്നൊരു ഹെഡിങ് കൊടുത്തോളൂ. കോഹറന്റ് സോഴ്സ് എന്ന ഒരു ഹെഡിങ് കൊടുക്കാം. കോഹറന്റ് സോഴ്സ്. അപ്പൊ ഈ വേവുകള് മിക്സ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതൊരു കോഹറന്റ് സോഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം രണ്ട് സെയിം കമ്പനിയുടെ രണ്ട് ബൾബ് മേടിച്ചിട്ടെന്ന് പറഞ്ഞാലും അത് കോഹറന്റ് ആകണമെന്ന് നിർബന്ധമില്ല. കാരണം കോഹറന്റ് സോഴ്സ് എന്താന്ന് പറഞ്ഞുതരാം, എന്നിട്ട് ഞാനത് പറഞ്ഞുതരാം. നോക്കിയോ, കോഹറന്റ് സോഴ്സ് എന്ന ഹെഡിങ് കൊടുക്കുക. കോഹറന്റ് സോഴ്സ് എന്ന ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് they are the source they are the source of light waves, അല്ലെങ്കിൽ they are the source of waves that emit light waves of same frequency and a constant phase difference അല്ലെങ്കിൽ സെയിം ഫ്രീക്വൻസി എഴുതിയിട്ട് കോമ ഇട്ടിട്ട് സെയിം ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആവാം. സെയിം ഫേസ് ഡിഫറൻസ് എന്നിട്ട് ആൻഡ് കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് എഴുതിയാൽ മതിയേ. സെയിം ഫേസ് ഡിഫറൻസും ആകാം, അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് വേണേലും ആവാം. അപ്പം they are the source of light wave that emit light waves of same frequency കഴിഞ്ഞിട്ട് same phase difference or a constant phase difference ഓക്കെ. അതായത് കോഹറന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് സോഴ്സ് ആയിരിക്കണം. ആ രണ്ട് സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, അതിന്റെ ഫേസ് ഡിഫറൻസും സെയിം ആയിരിക്കണം. പക്ഷേ ഫേസ് ഡിഫറൻസിനകത്ത് ഒരു റിലാക്സേഷൻ ഉണ്ട്. സെയിം ഫേസ് ഡിഫറൻസ് ആയിരിക്കണമെന്ന് ഇതില്ല, കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം. അതെന്താണെന്ന് അറിയാം, കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. ഇപ്പം ഒരു വേവ് സ്റ്റാർട്ട് ചെയ്യുവാണ്, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് 0 90 90 180 270 360 ഇങ്ങനെ അങ്ങ് പോവാ. പിന്നെ ഇങ്ങോട്ടങ്ങ് പോവാ, വീണ്ടും ഇങ്ങനെ പോവാ. അപ്പം ആ ഒരു ഇതിലാണെന്ന് പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, വേറൊരു വേവും നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ വേറൊരു വേവും ആദ്യം 90 ഡിഗ്രി വേരിയേഷൻ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണത്താല് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നോക്കിയോ, ഇപ്പൊ 90 ഡിഗ്രി മാറി, കണ്ടോ? ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ വേവ് കണ്ടോ, ഇവിടെ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്, ഇവിടെയും ഏകദേശം ഉണ്ട്. പക്ഷെ കണ്ടോ, ഇങ്ങോട്ടൊക്കെ വന്ന സമയത്ത് കണ്ടോ, ആ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് മാറി. അതായത് കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്, ഇവിടെ സെയിം ഫേസ് ഡിഫറൻസും അല്ല, കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസും അല്ല. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് രണ്ടാമത്തെ വേവ് എന്തൊക്കെയോ കാരണം കൊണ്ട് മറ്റേ വേവുമായിട്ട് ഓരോ പോയിന്റിലും ഡിഫറെന്റ് ഫേസിലാണ് പോകുന്നത്. ഓരോ വേവ് അല്ലെങ്കിൽ ഓരോ പോയിന്റിലും ഡിഫറെന്റ് ഫേസ് ആണ്. ഇവിടെ
നമുക്ക് അങ്ങനെയുള്ള വേവുകൾ ആവാൻ പാടില്ല. എന്താവണം? ഇപ്പം ഞാനൊരു വേവ് ഞാനൊന്ന് കൺസിഡർ ചെയ്യാം, നോക്കിക്കോളൂ. രണ്ട് വേവ് കൺസിഡർ ചെയ്യാമേ, രണ്ട് വേവ് കൺസിഡർ ചെയ്യാം. ഇത് ഒരു വേവ്. ഈ വേവുമായിട്ട് മിക്സ് ചെയ്യുന്ന വേവ് ഒന്നെങ്കിൽ ഇതുമായിട്ട് സെയിം ഫേസ് ഡിഫറൻസ് ഉള്ള ആളായിരിക്കണം. കണ്ടോ? അപ്പൊ ഇവരുടെ സെയിം ഇപ്പൊ ഫേസ് ഡിഫറൻസ് സെയിം ആണ്. അല്ലെങ്കിൽ ഇവനുമായിട്ട് മിക്സ് ചെയ്യുന്ന വേവ്, ഈ ആദ്യത്തെ വേവുമായിട്ട് കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉള്ള ആളായിരിക്കണം. കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഞാൻ ഇതൊന്ന് വരച്ചോട്ടെ, അല്ലെ തെറ്റിപ്പോകും വീണ്ടും. ഓക്കെ, കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയോ, തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. കണ്ടോ? എല്ലായിടത്തും എല്ലാ വേവിനും കണ്ടോ 90 ഡിഗ്രി വ്യത്യാസമാണ്. ഇവിടെ 90 ഡിഗ്രി വ്യത്യാസം, ഇവിടെ 90, ഇവിടെ 90, ഇവിടെ 90, ഇവിടെ 90. ഇങ്ങനെ പോകുമ്പോഴെല്ലാം തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതിനാണ് കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം കോഹറന്റ് സോഴ്സ് എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്? രണ്ട് വേവ് മിക്സ് ചെയ്യുന്ന വേവുകൾ, അല്ലെങ്കിൽ രണ്ട് മിക്സ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സുകളിൽ നിന്നും വരുന്ന വേവുകളുടെ ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, ഫേസ് ഡിഫറൻസ് സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം. പ്ലസ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ സെയിമോ ഡിഫറൻറ്റോ ഒക്കെ ആവാമെന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ സെയിം ആയിരുന്നാൽ മാത്രമേ അതിനെ കോഹറന്റ് സോഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബൾബ് നിങ്ങൾ മേടിക്കുക. ആ ബൾബ് നിങ്ങൾ മേടിച്ചിട്ട് രണ്ടും സെയിം വാട്ട്സിന്റെ സെയിം വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സെയിം കമ്പനിയുടെ രണ്ട് ബൾബ് മേടിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം അവിടെ കാണും. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനകത്ത് യങ് ചെയ്ത ഒരു ഐഡിയ ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചത്. എന്താണെന്നറിയോ? രണ്ട് ബൾബ് വെച്ചിട്ട് വേവിനെ മിക്സ് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകും. കോഹറന്റ് സോഴ്സ് ആയിരിക്കില്ല. അപ്പം കോഹറന്റ് സോഴ്സ് ആണ് എന്ത് ചെയ്യണമെന്നറിയോ? പുള്ളി ഒരു ബൾബ് ഇവിടെ കത്തിച്ചിട്ട് ഇവിടെ ഒരു പേസ്റ്റ് ബോർഡ് വെട്ടി വെച്ചിട്ട് ഇവിടെ രണ്ട് കിഴുത്ത ഇട്ടു, ഇവിടെയും രണ്ട് കിഴുത്ത ഇട്ടു. അപ്പൊ അറിയാലോ, ഇവിടെ നിന്നും വേവ് ഇതുവഴി കടന്നു പോകുന്നുണ്ട്, ഇവിടെ നിന്നും വേവ് ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇതിൽ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത് രണ്ട് ഡിഫറെന്റ് ഇതായിട്ട് മാറി. കണ്ടോ? ഇവരുടെ രണ്ടുപേരുടെയും ഫേസ് ഡിഫറൻസ് സെയിം ആയിരിക്കും, അതേപോലെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. കണ്ടോ? അപ്പൊ ഇത് രണ്ടെണ്ണം കോഹറന്റ് സോഴ്സ് ആയി. ഇവരാണ് എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്യുന്നതായിട്ട് നമ്മൾ വരയ്ക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കണ്ടോ? ഒരു ബൾബിൽ നിന്ന് തന്നെ പുള്ളി എന്ത് ചെയ്തു? അത് ആ കോഹറന്റ് സോഴ്സ് ഉണ്ടാക്കിയെടുത്തു. കണ്ടോ? രണ്ട് ഫേസ് ഡിഫറൻസ് സെയിം ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ ഫ്രീക്വൻസി സെയിം ആയിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് വേവുകൾ തമ്മിൽ മിക്സ് ചെയ്യാവുന്ന ഭാഗത്തിനാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇതിനകത്തെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയാണ്. ഡെറിവേഷൻ പഠിക്കാനില്ല, ഡെറിവേഷൻ പഠിക്കണ്ട. പഠിക്കേണ്ടത് ഇതിനകത്തെ എന്താണ് ഗ്രാഫ് പഠിക്കണം. ഇതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് പഠിക്കണം. പിന്നെ ആ ഡെറിവേഷൻ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടേക്കാണ് ബ്രൈറ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ചില ഭാഗങ്ങളിൽ വേവ് മിക്സ് എന്താണ് ക്രസ്റ്റും ട്രഫും മിക്സ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്, ചിലടത്ത് ഡാർക്ക് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് ഡിസ്ട്രക്റ്റീവ് നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മളൊരു സ്ക്രീനിൽ കാണിക്കുവാണ്. അപ്പൊ സ്ക്രീനെ കാണിക്കുന്ന സമയത്ത് എവിടേക്കാണ് ഡാർക്ക് എവിടേക്കാണ് ബ്രൈറ്റ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ഡെറിവേഷൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇതുവരെ ഫേസ് ഡിഫറൻസിന്റെയും പാത്ത് ഡിഫറൻസിന്റെയും ടീമിലാണ് നമ്മൾ എന്താണ് കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും കണ്ടുപിടിച്ചതെങ്കിൽ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മളെ ഒരു ഡിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇന്നിന്ന വാല്യൂ വരുമ്പോഴെല്ലാം കൺസ്ട്രക്റ്റീവും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇന്നിന്ന വാല്യൂ വരുമ്പോഴെല്ലാം ഡിസ്ട്രക്റ്റീവ് എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഡെറിവേഷൻ പഠിപ്പിക്കുന്നത്. ഡെറിവേഷൻ കാണാതെ പഠിക്കണ്ട, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത എഴുതാം. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ വരച്ച പടം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ യങ്സ് ഡബിൾ സ്ലിറ്റിന്റെ ഒരു രീതിയിൽ ഞാനത് വരച്ച് കാണിക്കുകയാണ്. നിങ്ങൾ അത് വരയ്ക്കണ്ട. നിങ്ങൾ ഇതിന് ഞാനിപ്പോൾ രണ്ടാമത് വരയ്ക്കാൻ പോകുന്ന പടമാണ് ഡെറിവേഷന്റെ പടം, അത് മാത്രം വരച്ചാൽ മതി. അപ്പം ഞാൻ ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് എടുക്കുകയാണ്. അപ്പൊ ഈ ലൈറ്റ് സോഴ്സിൽ നിന്നും എന്താണ് പുറത്തേക്ക് എന്തുണ്ടാവുന്നുണ്ട്? വേവുകൾ ഉണ്ടാവുന്നുണ്ട്. വേവ് ഫ്രണ്ട് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഒരു ക്രസ്റ്റ് ഉണ്ടായാൽ അടുത്തത് ഞാൻ കളർ മാറ്റുന്നില്ലേ, പകരം ഒരു ട്രഫ് ഉണ്ടാവും.
ക്രസ്റ്റ് ഉണ്ടായാൽ അടുത്തത് ഒരു ട്രഫ് ഉണ്ടാവും അല്ലേ? വീണ്ടും ഒരു ക്രസ്റ്റ് ഉണ്ടായാൽ അടുത്തത് എന്തുണ്ടാവും? ഒരു ട്രഫ് ഉണ്ടാവും. ഓക്കെ, വീണ്ടും ഒരു ക്രസ്റ്റ് ഉണ്ടായാൽ അടുത്തത് ഉറപ്പായിട്ടും ഒരു ട്രഫ് ഉണ്ടാവും. ഓക്കെ, ഈ വരുന്ന ലൈറ്റിനെ ഞാനൊരു പേസ്റ്റ് ബോർഡ് പെട്ടി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പെട്ടിയിലോട്ട് ഞാൻ അത് കൊണ്ട് ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ ആ പെട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പെട്ടിക്ക് രണ്ട് കിഴുത്തിട്ടു. ഓക്കെ, അടുത്തടുത്താണ്, ഒത്തിരി ഗ്യാപ്പ് ഉള്ള ഇതല്ല, അടുത്തടുത്താണ് ഞാൻ രണ്ട് കിഴുത്തിട്ട്. കണ്ടോ, അടുത്തടുത്ത് രണ്ട് കിഴുത്തിട്ടു. ഉറപ്പായിട്ടും ഈ വെട്ടം ഇതിനകത്തൂടെ കയറുമല്ലോ. കയറുമ്പോൾ അതൊരു പുതിയ സോഴ്സ് ആയിട്ട്, ഇത് എസ് ആണ്, ഇത് S1 ഉം S2 ആയിട്ട് ബിഹേവ് ചെയ്യും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഇവിടെ ഒരു ഇത്, ഇവിടെ അടുത്തത്, ഇവിടെ ഒരു ക്രസ്റ്റ്, ഇവിടെ ഒരു ട്രഫ്, ഇവിടെ ഒരു ക്രസ്റ്റ്, ഇവിടെ ഒരു ട്രഫ്, ഇവിടെ ഒരു ക്രസ്റ്റ്. ഇന്നലെ വരച്ചതുപോലെ തന്നെയാണ് വരയ്ക്കുന്നത്, പക്ഷേ ഒരു ചെറിയൊരു, ഇവിടെ ഒരു ക്രസ്റ്റ്, ഇവിടെ ഒരു ട്രഫ്. ഓക്കെ, ഇപ്പുറത്തെ സ്ലിറ്റിൽ നിന്നും പുറത്തോട്ട് വരുമല്ലോ വേവ്, അവിടെ ഇതേപോലെ തന്നെയല്ലേ? ഒരു ക്രസ്റ്റ്, അടുത്തത് ഒരു ട്രഫ്, അടുത്തത് ഒരു ക്രസ്റ്റ്, അടുത്തത് ഒരു ട്രഫ്, അടുത്തത് വീണ്ടും ഒരു ക്രസ്റ്റ്, അടുത്തത് വീണ്ടും ഒരു ട്രഫ്, അടുത്തത് വീണ്ടും ഒരു ക്രസ്റ്റ്, അടുത്തത് വീണ്ടും ഒരു ട്രഫ്. ഓക്കെ, നമ്മൾ ഇത്രയും വരയ്ക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിനെ ഞാനൊരു സ്ക്രീനിലോട്ട് എന്ത് ചെയ്യുക, കൊണ്ട് സ്ക്രീനിൽ വീഴ്ത്തുന്ന രീതിയിൽ ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതൊരു സ്ക്രീനാണ്, കാര്യം ആലോചിക്കാം. ഓക്കെ, ഇതൊരു സ്ക്രീനാണ്. ഓക്കെ ആണല്ലോ? നിങ്ങൾ നോക്കിയോ, ഈ സ്ക്രീനിന്റെ എവിടൊക്കെയാണ് ഇത് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഇന്റർഫിയറൻസ് ചെയ്യുന്നത്? ഇത് വന്ന് മുട്ടും നോക്കി. നമുക്ക് നോക്കാം. ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്, നോക്കിക്കോളൂ. ഈ ഭാഗത്ത് കണ്ടോ, റെഡും ആണ്, അതായത് ക്രസ്റ്റും ആണ് ഇല്ലേ? ശരിയല്ലേ? ഈ ഭാഗത്ത് ഓക്കെ, നോക്കിയോ, ഇത് ഞാൻ റെഡും കമ്പയർ ചെയ്യുന്നത്. റെഡ് എന്ന് പറയുമ്പോൾ ക്രസ്റ്റും ആണല്ലോ, അപ്പൊ അവിടെ കൺസ്ട്രക്റ്റീവ് ആണല്ലോ. ഇവിടെ നോക്കിയേ, ഇവിടെ ബ്ലാക്കും ട്രഫും ആണല്ലോ, അപ്പം അവിടെയും കൺസ്ട്രക്റ്റീവ് ആണല്ലോ. ഇവിടെ വീണ്ടും റെഡും ആണല്ലോ, അവിടെയും കൺസ്ട്രക്റ്റീവ് ആണല്ലോ. ഇവിടെ നോക്കി, ഇവിടെ ബ്ലാക്കും ആണല്ലോ, ഇവിടെയും കൺസ്ട്രക്റ്റീവ്. ഇവിടെ റെഡും ഇവിടെയും കൺസ്ട്രക്റ്റീവ്. ഇവിടെ ബ്ലാക്കും അതിനർത്ഥം ഈ സ്ക്രീനിൽ കൃത്യം ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ സെന്ററിൽ വന്ന് വീഴുന്ന ലൈറ്റ് നല്ല ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും. കാരണം അതെന്താ, അവിടെ ബ്രൈറ്റ് ബാൻഡുകളാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അവിടെ ബ്രൈറ്റ് ബാൻഡ് ആണ് ഫോം ചെയ്യുന്നത്, കാരണം അവിടെ എന്താ, കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് ഇന്റർഫിയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ലൈറ്റ് എന്തായിരിക്കും, അവിടെ ലൈറ്റ് നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കും വന്ന് വീഴുന്നത് ആ സ്ക്രീനിൽ, ആ പോയിന്റിൽ. ഓക്കെ, അതിന് തൊട്ട് മുകളിലുള്ള പോയിന്റ് നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ ക്രസ്റ്റും റഫും ആണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ക്രസ്റ്റും റഫും ആണ്, ഇവിടെയും ക്രസ്റ്റും റഫും ആണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്, ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുകളിലുള്ള ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് ഫുള്ളി ഇരുട്ടായിരിക്കും, ഒരു ഡാർക്ക് ബാൻഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി തൊട്ട് ഇവിടെ ഒന്ന് നോക്കി, ഇവിടെയും ഒരു ക്രസ്റ്റും റഫ് കണ്ടോ. അപ്പൊ ഇവിടെയും നിങ്ങളൊരു വര ഇങ്ങനെ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇവിടെയും കണ്ടോ ക്രസ്റ്റും റഫും ആയതുകൊണ്ട് അവിടെയും വെട്ടമൊന്നും കാണത്തില്ല. കണ്ടോ, അതും എന്തായിരിക്കും, അത് ഡാർക്ക് ആയിരിക്കും. ഇനി അതിന്റെ തൊട്ട് മുകളിലെ പോയിന്റ് നോക്കി, നോക്കി, ഇവിടെ ക്രസ്റ്റും റഫും ട്രഫും കണ്ടോ. ഇങ്ങനെ നോക്കുവാണെങ്കിൽ കണ്ടോ, ഈ ഭാഗത്തും അതേപോലെ തന്നെ ക്രസ്റ്റും റഫും ആയിരിക്കും മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭാഗത്തെ വെട്ടം എന്തായിരിക്കും, നല്ല ബ്രൈറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടത്തെയും അതേപോലെ നല്ല ബ്രൈറ്റ് ആയിരിക്കും. അടുത്തത് എന്താ, തൊട്ടു താഴെ ഡാർക്ക് ആയിരിക്കും. വീണ്ടും എന്താണ്, ഇവിടെയും ബ്രൈറ്റ് ആയിരിക്കും, മുകളിൽ ഇവിടെ ഡാർക്ക് ആയിരിക്കും. കണ്ടോ, ഇങ്ങനെ ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ് നമുക്ക് ആ സ്ക്രീനിൽ ഫോം ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈറ്റ് പലയിടത്തും
ഇപ്പം ഈ ബോർഡിന്റെ ഈ പോയിന്റിൽ ഈ മഞ്ഞ കാണുന്ന ഈ പോയിന്റിൽ അത് കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് ഇന്റർഫിയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ബ്രൈറ്റ് ലൈറ്റ് കാണാൻ പറ്റിയത്. ഈ പോയിന്റിലോ ആ ബോർഡിന്റെ ആ പോയിന്റിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടാണ് ഇന്റർഫിയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൽ ബ്ലാക്ക് കാണാൻ പറ്റിയത്. ഇവിടെ ഡിസ്ട്രക്റ്റീവ്, ഇവിടെ കൺസ്ട്രക്റ്റീവ്, ഇവിടെ ഡിസ്ട്രക്റ്റീവ്, ഇവിടെ കൺസ്ട്രക്റ്റീവ്, ഇവിടെ ഡിസ്ട്രക്റ്റീവ്. കണ്ടോ? അതെന്തുകൊണ്ടാണ് കണ്ടോ ഈ ഇവിടങ്ങളിലെ ഇവിടൊക്കെ നിങ്ങൾ ഈ പോയിന്റുകളിലൊക്കെ കാർഡ്ബോർഡ് വെക്കുവാണെങ്കിൽ അവിടെയൊക്കെ ഡിസ്ട്രക്റ്റീവ്, ആ പോയിന്റിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇന്റർഫറൻസ് പാറ്റേൺ. ഇതിനെ വിളിക്കുന്നത് ഇന്റർഫറൻസ് പാറ്റേൺ എന്നാണ് വിളിക്കുന്നത്. പാറ്റേൺ ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും ഇന്റർഫറൻസ് പാറ്റേൺ. ഞാൻ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാൻ നോക്കിക്കോളൂ. Carbolite Gero, a name that is synonymous with the design and manufacture. നോക്കിയോ, ഇന്റർഫറൻസിന്റെ എക്സ്പെരിമെന്റ് നിങ്ങൾ നോക്കിക്കോണേ. ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് ഈ കാണുന്നത്. ഞാൻ ആ പാറ്റേൺ കാണിക്കാം, നോക്കിക്കോളൂ. കണ്ടോ? ഇങ്ങനെയായിരിക്കും ആ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാകുന്നത്. കണ്ടോ? ആൾട്ടർനേറ്റ് ബ്രൈറ്റ് ബാൻഡ്. കണ്ടോ? ഇത് നടുക്ക് ഇത് ഓരോന്നും ഇന്റർഫറൻസ് പാറ്റേൺ ആണ്. കണ്ടോ? ഇത് കണ്ടോ? ഇപ്പൊ ഇതും ഇന്റർഫറൻസ് ആ, ഇതും ഇന്റർഫറൻസ് പാറ്റേൺ, ഇതും ഇന്റർഫറൻസ് പാറ്റേൺ, ഇതും ഇന്റർഫറൻസ് പാറ്റേൺ. ഇതെല്ലാം ഇന്റർഫറൻസ് പാറ്റേൺ ആണ് ചേർന്നത്. ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാകുന്നുണ്ടോ? ആ പച്ച കളറും ഇടയ്ക്ക് ഒരു ഡാർക്ക് പോയിന്റും ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം ഇന്റർഫറൻസ് പാറ്റേൺ ആണ്. ഇപ്പൊ ഇത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് ഇദ്ദേഹം ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇങ്ങനെയായിരിക്കും ആ പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ? ആ സ്ക്രീനിലൊക്കെ ഓരോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടോ പാറ്റേൺ കണ്ടോ? ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ് കാണാൻ പറ്റുന്ന കണ്ടോ? കണ്ടോ ഇവിടെ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അത് സ്ക്രീനിൽ ഉണ്ടാകുന്നത്. ഞാൻ ഈ വരച്ച് കാണിച്ചത് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിച്ചത് കേട്ടോ. ഇങ്ങനെയാണ് അത് ഉണ്ടാകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ എക്സ്പെരിമെന്റ് കാണിച്ചത്. അപ്പം ശ്രദ്ധിച്ചോണം. അപ്പൊ ഇത് പടം വരയ്ക്കാനൊന്നുമില്ല, പകരം നമുക്ക് എന്താണ് ഒരു ഡെറിവേഷൻ എഴുതി കാണിക്കാം. നോക്കിയോ, അതുകൊണ്ട് ഡെറിവേഷൻ കൂടെ പഠിപ്പിച്ചു തരാം. നോക്കിയോളൂ. ഡെറിവേഷൻ കാണാനൊന്നും പഠിക്കണ്ട, മനസ്സിലാക്കിയാൽ മതി. ഈ പടം വരയ്ക്കണേ, ഡെറിവേഷന്റെ ഈ പടം വരയ്ക്കണം. നമ്മൾ ഇതിനെ വേവ് ഫ്രണ്ട് ആയിട്ടാണ് നമ്മൾ വരച്ചതെങ്കിൽ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വേവ് ആയിട്ടാണ് വരയ്ക്കാൻ പോകുന്നത് ഈ ഡെറിവേഷന്റെ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ നോക്കിയോളൂ, ഒരു പടം വരയ്ക്കുക. ഇതൊരു സോഴ്സ്, ഇതൊരു സോഴ്സ്. ഇവിടെ നിങ്ങളൊരു കാർഡ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ കാർഡ് ബോർഡിൽ എന്താണ് രണ്ട് സ്ലിറ്റ് ആണ്, അടുത്തടുത്ത് രണ്ട് സ്ലിറ്റ്, അടുത്തടുത്ത് രണ്ട് സ്ലിറ്റ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു സ്ക്രീനും വരയ്ക്കുക, ഇവിടെ ഒരു സ്ക്രീനും വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒന്ന് ഒരു റേ ഇവിടെ വന്ന് വീഴുന്നു, ഒരു റേ ഇവിടെ വന്ന് വീഴുന്നു, ഒരു റേ അല്ല ലക്ഷക്കണക്കിന് റേ വന്ന് വീഴുന്നുള്ളതായിട്ട് കാണിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് ഇതിന്റെ സെന്റർ ആണ്, ഇത് ഇതിന്റെ സെന്റർ ആണ്, ഇത് ഇതിന്റെ സെന്റർ ആണ്. അപ്പം സ്ക്രീനേലും അതിന്റെ സെന്ററിനെ ഓ ആയിട്ട് അങ്ങ് എടുത്തു. ഓക്കെ ആണല്ലോ. ഇവിടെ ഒന്ന് ഒരു വെട്ടം ഇവിടെ വന്ന് വീഴുന്നുണ്ട്, ഇവിടെ ഒന്ന് ഒരു വെട്ടം ഇവിടെ വന്ന് വീഴുന്നുണ്ട്. ആ പോയിന്റിനെ ഞാൻ പി എന്ന് എടുത്തു. അതേപോലെ ഇവിടെ ഒന്നും ഒരു വേവ് എന്തായാലും ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് വീഴുന്നുണ്ടാവും 100%. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും വേറൊരു കേസ് കൂടെ എടുക്കുകയാണ്. ഇവിടെ ഒന്ന് ഈ ലൈറ്റ് റേസ് ഈ പോയിന്റിലും എല്ലാ പോയിന്റിലും വന്ന് വീഴും. ഇപ്പൊ നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അതേപോലെ തന്നെ ഇങ്ങോട്ടെല്ലാം ഈ റേകൾ വരുന്നുണ്ടാവും. അതേപോലെ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടോ 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 എല്ലാ പോയിന്റിലോട്ടും വേവ് പോകുന്നുണ്ട്. അതിനകത്തെ ആകെ രണ്ട് റേ വെച്ചിട്ടാണ് നമ്മൾ ആകെ എടുത്തിരിക്കുന്നത്. എന്താ? പി എന്ന് പറയുന്ന പോയിന്റിൽ ഇതിൽ നിന്ന് രണ്ട് റേ വന്ന് മീറ്റ് ചെയ്യുന്നത്. അതായത് താഴത്തെ സ്ലിറ്റിൽ നിന്ന് ഒരു റേ, മുകളിലത്തെ സ്ലിറ്റിൽ നിന്ന് ഒരു റേ. അതേപോലെ ഈ ഒ എന്ന് പറയുന്ന പോയിന്റിലും മുകളിലത്തെ സ്ലിറ്റിൽ നിന്ന് ഒരു റേ, താഴത്തെ സ്ലിറ്റിൽ നിന്നും ഒരു റേ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിന് നേരെ ഒരു പെർപെൻഡിക്കുലർ ഉണ്ട്. ഇവിടെ ഒന്ന് ഒരു നേരെ ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ ഇവിടെ ഒന്നും നേരെ ഒരു ലൈൻ വരയ്ക്കുക. നമുക്ക് ട്രയാങ്കിൾ ഒക്കെ കൺസിഡർ ചെയ്ത്
ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതിനെ സോഴ്സ് S1 എന്നും ഇതിനെ സ്ലിറ്റ് S1 ഇതിനെ സ്ലിറ്റ് S2 എന്ന് വിളിക്കാം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി എന്തായിരിക്കും? വേണ്ട, ഇതും D/2 ആയിരിക്കും, ഇതും D/2 ആയിരിക്കും. ഓക്കെ, ഇവിടെയും അത് മാർക്ക് ചെയ്യുക, ഇതും D/2 ആയിരിക്കും, ഇതും D/2 ആയിരിക്കും. എന്നിട്ട് ഈ O തൊട്ട് ഈ P വരെയുള്ള ഈ പോയിന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നറിയോ? X എന്ന് വിളിക്കുന്നു. ഇവിടെ ഇതിനെ X എന്ന് എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ മറ്റേനെ ഡെൽ എന്ന് എടുത്തത്. മറ്റേ അതും X എന്ന് തന്നെ ഡിനോട്ട് ചെയ്യാമായിരുന്നു പാത്ത് ഡിഫറൻസിനെ. പക്ഷെ ഇവിടെ ഈ ഒരു ഈ എക്സിന്റെ ടൈമിലും എന്താണ് കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് കണ്ടുപിടിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡെൽ എന്ന് എടുത്തത്. ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മൾ രണ്ട് സ്ലിറ്റ് കൺസിഡർ ചെയ്തിട്ട് പാത്ത് ഡിഫറൻസ് എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നതെന്ന്. അതായത് ഈ ഒരു പോയിന്റിൽ ഈ വെട്ടം വന്ന് വീണു, ഈ ഒരു പോയിന്റിൽ ഇവിടുന്ന് ഒരു വെട്ടം വന്ന് വീണെങ്കിൽ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിനെ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഇത് S1 ഉം ഇത് P യും ഇത് S2 ഉം P യും ആണെങ്കിൽ P യും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പാത്ത് ഡിഫറൻസ് ഡെൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതിയോ? S2P യിൽ നിന്ന് വലിയ ലൈനിൽ നിന്ന് ചെറിയ ലൈൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് കിട്ടും. S1B മൈനസ് ചെയ്താൽ മതി, S1B മൈനസ് ചെയ്താൽ മതി. നോക്കിയോ, ഈ ലൈനിൽ നിന്ന് ഈ ലൈൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ കൂടുതൽ എന്നുള്ളതിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മൾ ഇവിടെ എടുക്കാൻ പോവാണ്. ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാം. നോക്കിയോ, ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ പടം വരച്ചിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഈ പടം വരച്ചു. അപ്പൊ നമുക്കറിയാം ഈ സ്ക്രീനിൽ ഈ O എന്ന് പറയുന്ന പോയിന്റിൽ ബ്രൈറ്റ് ബാൻഡ് ആണല്ലോ ഉണ്ടാകുന്നത്. ഈ സ്ക്രീനിൽ ഈ O എന്ന് പറയുന്ന പോയിന്റിൽ ബ്രൈറ്റ് ബാൻഡ് ആണ് ഉണ്ടാകുന്നത്. അറിയാം, നമുക്ക് നടുക്ക് ബ്രൈറ്റ് ബാൻഡ് ആണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം? n ലാംഡ ആയിരിക്കണം. കാരണം അവിടെ വന്ന് വീഴുന്ന രണ്ട് ലൈറ്റ് റേയുടെ പാത്ത് ഡിഫറൻസ് n ലാംഡ ആകുന്നതുകൊണ്ടാണ് അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇന്റൻസിറ്റി മാക്സിമം ആവുന്നത്. അതുകൊണ്ടാണ് അവിടെ മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നടുക്കുള്ള ബാൻഡ് ആയതുകൊണ്ടാണ്, അല്ലെ നടുക്കുള്ള ആ ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. നോക്കിയോ, ഇങ്ങനെ എഴുതാം. കണ്ടീഷൻ ഫോർ bright band at the point O is, നമുക്കറിയാം പാത്ത് ഡിഫറൻസ് ഡെൽ ഈസ് ഈക്വൽ ടു, അവിടുത്തെ പാത്ത് ഡിഫറൻസ് എന്താ കണ്ടുപിടിക്കുന്നത്? S1 S2O മൈനസ് S1O. പക്ഷെ രണ്ടിന്റെ ലെങ്ത് സെയിം ആയതുകൊണ്ട് S2O മൈനസ് S1O എന്ന് പറയുമ്പോൾ നമുക്ക് 0 ആകും. ആണല്ലോ, രണ്ടിന്റെ സെയിം ലെങ്ത് ആയതുകൊണ്ട് പാത്ത് ഡിഫറൻസ് 0 ആയി. പാത്ത് ഡിഫറൻസ് 0 ആയാലും മാക്സിമം ഇന്റർഫിയറൻസ് അല്ലേ? നമുക്കറിയാം we know that del is equal to n lambda is the condition for maximum intensity. ഇവിടെ if n is equal to 0, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? del is equal to 0 into lambda will be is equal to 0. അപ്പം del is equal to 0 is also a condition for എന്താണ്? for maximum brightness അല്ലെങ്കിൽ maximum intensity. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡെറിവേഷൻ ആണ് പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിക്കാൻ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കില്ല. അത് മനസ്സിലാക്കി ഇത് എഴുതിയെടുക്കണം. പക്ഷെ ഇത് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഈ O എന്ന് പറയുന്ന പോയിന്റിൽ ബ്രൈറ്റ് ബാൻഡ് ആണ് ഉണ്ടാകുന്നതെന്ന് ഇത് വെച്ച് തെളിയിച്ചു. ഇനിയും ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ബ്രൈറ്റ് ബാൻഡ് ആണോ ഡാർക്ക് ബാൻഡ് ആണോ ഉണ്ടാകുന്നതെന്നുള്ളത് നമുക്ക് തെളിയിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ തെളിയിക്കുമെന്നുള്ളതാണ് അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടത്തെ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. ഇവിടത്തെ പാത്ത് ഡിഫറൻസ് എന്താ? അതായത് അറ്റ് പോയിന്റ് P പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? പാത്ത് ഡിഫറൻസ് ഡെൽ ഈസിക്കൽ നമുക്ക് എന്തെന്ന് എഴുതാം? S2P മൈനസ് S1P ആണല്ലോ. S2P യും S1P യും നമുക്ക് അറിയത്തില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഇതൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ഇതും ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക?
അവിടെ പൈതഗോറസ് തിയറം ഒക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് എഴുതി നോക്കാം. നമുക്ക് ഇൻ ട്രയാങ്കിൾ, ഞാൻ ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കുകയാണ്, ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. S1 ഈ പോയിന്റിന് നമുക്ക് എന്ത് കൊടുക്കാം? ഇതിനെ നമുക്ക് N എന്നും ഇതിനെ നമുക്ക് M എന്നും കൊടുക്കാമേ. ഇൻ ട്രയാങ്കിൾ S1 NP എടുക്കാൻ പോവാണ്. ഇൻ ട്രയാങ്കിൾ S1 NP എടുക്കാൻ പോവാണ്. അവിടെ നമ്മൾ അപ്ലൈ എന്താ അപ്ലൈ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം എന്താ ഹൈപ്പോട്ടേന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ S1P സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ S1N സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ NP ആണ്, NP സ്ക്വയർ അല്ലേ, NP സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്കറിയാം എപ്പോഴും ആലോചിച്ചോണം, ഈ സ്ലിറ്റും ഈ സ്ക്രീനും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതിവിടെ ആ പടത്തിനകത്തൊന്ന് മെൻഷൻ ചെയ്തേക്കണം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് S1P സ്ക്വയർ ഈസ് ഈക്വൽ ടു S1D എന്ന് പറയുമ്പോൾ ആ സ്ലിറ്റിന്റെ ലെങ്ത് അല്ലേ, D സ്ക്വയർ പ്ലസ് എന്തെന്ന് എടുക്കാം NP സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കിയേ, ഇത്രയും നമ്മുടെ x ആണ്, ഇത്രയും നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. എന്നാൽ ഇത്രയും നമ്മുടെ D/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിൽ നിന്ന് ഈ D/2 മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ NP സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയാമോ? x മൈനസ് D/2 ദ ഹോൾ സ്ക്വയർ. ഇതവിടെ കിടക്കട്ടെ. അടുത്തത് ഇൻ ട്രയാങ്കിൾ, താഴത്തെ ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ S2MP എടുക്കാൻ പോവാണ്. അവിടെയും അപ്ലൈ എന്താ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. അവിടെയും നമ്മൾ എന്താ ഹൈപ്പോട്ടേന്യൂസ് എന്ന് പറയുമ്പോൾ S2P സ്ക്വയർ ആണ് ഈസ് ഈക്വൽ ടു എന്താ അവിടെയും S1M ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താ M തൊട്ട് P വരെയുള്ള ദൂരം MP സ്ക്വയർ ആണ്, MP സ്ക്വയർ. നമുക്കറിയാം S2P സ്ക്വയർ അതേപോലെ ഇട്ടു S1M സ്ക്വയർ എന്ന് പറയുമ്പോൾ D യുടെ സ്ക്വയർ ആണ് പ്ലസ് എന്താ MP എന്ന് പറഞ്ഞാൽ നോക്കിയേ, MP എന്ന് പറയുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ നമുക്ക് ഈ എക്സിന്റെ കൂടെ ഈ D/2 കൂട്ടിയാൽ പോരെ. അപ്പൊ അങ്ങനെ എഴുതാം നമുക്ക്. ഇതിനെ നമുക്ക് എന്താന്ന് എഴുതാം, ഈ x പ്ലസ് D/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് S1P യും കിട്ടി, S2P യും കിട്ടി. നമ്മുടെ പാത്ത് ഡിഫറൻസ് S2P മൈനസ് S1B അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, ഇങ്ങനെ എഴുതാം, നോക്കിക്കോളൂ. പാത്ത് ഡിഫറൻസ് ഡെൽ ഈസ് ഈക്വൽ ടു നമുക്കറിയാം S2P മൈനസ് S1B ആണല്ലോ. അത് എഴുതുന്നതിന് മുമ്പ് സ്ക്വയറിലല്ലേ കിടക്കുന്നത്, അതിനെ ഒന്ന് മാറ്റാം. നമുക്കിപ്പോ നോക്കിയോ, S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലയോ, എങ്ങനെയാ D പ്ലസ് x പ്ലസ് D/2 ദ ഹോൾ സ്ക്വയർ, D സ്ക്വയർ പ്ലസ് x പ്ലസ് D/2 ദ ഹോൾ സ്ക്വയർ മൈനസ് എന്തെന്ന് എഴുതാം, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതില്ലയോ D സ്ക്വയർ പ്ലസ് എന്താണ് D സ്ക്വയർ പ്ലസ് x മൈനസ് D/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ആദ്യം D സ്ക്വയർ പ്ലസ് ഇവിടെ എക്സ്പാൻഷൻ ചെയ്യുന്നു x സ്ക്വയർ പ്ലസ് a പ്ലസ് b ഹോൾ സ്ക്വയർ വെച്ചിട്ട് x സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു D/2 പ്ലസ് D/2 ദ ഹോൾ സ്ക്വയർ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ കിടക്കണം, കാരണം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പാടില്ല, ബ്രാക്കറ്റ് കിടക്കണം. ഇവിടെ x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു D/2 ഇൻറ്റു x പ്ലസ് എന്താ D/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അടുത്ത സെറ്റിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, D സ്ക്വയർ പ്ലസ് x സ്ക്വയർ പ്ലസ് ഇത് വേണം ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് കളയാം, എന്താ ഇവിടുന്ന് തന്നെ ഈ 2 ഉം 2 ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ പ്ലസ് XD എന്നാവുന്നു പ്ലസ് D സ്ക്വയർ ബൈ 4 എന്നാവുന്നു മൈനസ് D സ്ക്വയർ മൈനസ് x സ്ക്വയർ പ്ലസ് എന്താണ് ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ വീണ്ടും XD എന്ന് തന്നെ വരുന്നു പ്ലസ് എന്താണ് D സ്ക്വയർ പ്ലസ് അല്ല മൈനസ് D സ്ക്വയർ ബൈ 4 മൈനസ് D സ്ക്വയർ ബൈ 4. ഈ മൈനസ് വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ പ്ലസ് D സ്ക്വയർ മൈനസ് D സ്ക്വയർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ പ്ലസ് x സ്ക്വയർ മൈനസ് x സ്ക്വയർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ പ്ലസ് D സ്ക്വയർ ബൈ 4 മൈനസ് D സ്ക്വയർ ബൈ 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി 2XD എന്ന് കിട്ടി ആണല്ലോ. ഞാനിത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. അപ്പം S2P പ്ലസ് S1P ദ ഇൻറ്റു എന്തെന്ന് എഴുതാം S2P മൈനസ് S1P എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി 2XD എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഞാനൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. S2P എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്, നമ്മൾ ആ പടം വരയ്ക്കുന്നതിനനുസരിച്ച് S2P എന്ന് പറഞ്ഞാൽ എന്താ
S2P എന്ന് പറയുമ്പോൾ then ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതേപോലെ S1B എന്ന് പറയുമ്പോൾ then ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതിനെ ഞാൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ആക്കി എടുക്കാൻ പോവാം. അതായത് ഈ ഡിസ്റ്റൻസിനെ ഈ ഡിസ്റ്റൻസ് ആക്കാൻ പോവാണ്. കാരണം ഇതെല്ലാം നിങ്ങൾ ആ സ്ലിറ്റ് കണ്ടായിരുന്നോ? നിങ്ങൾ നേരത്തെ ആ പടത്തിനകത്ത് കണ്ടോ? എല്ലാം വളരെ അടുത്തിരിക്കുന്ന പോയിന്റ്, വളരെ അടുത്താ, ക്ലോസാ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വേവിനെയും അല്ലെങ്കിൽ ഈ നേരെയുള്ള ഈ ഡി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസിനെ നമുക്ക് വേണമെങ്കിൽ സെയിം ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. കണ്ടീഷൻ കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. S2P approximately equal to D. S1B യും approximately equal to D ആണ്. S2P approximately equal to D. S1B യും approximately equal to D ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കിയോ, നമുക്ക് അത് രണ്ടും തന്നെ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ S2P D ആണ്, പ്ലസ് ഇവിടെ എന്താ S1B എന്താണ്? D ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവിടെ D മൈനസ് ഡി കൊടുത്താൽ ഇവിടെ 0 ആകത്തില്ലേ? അങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ല. നെഗറ്റീവ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതിന്റെ വാല്യൂ അതേപോലെ തന്നെ കൊടുക്കുക. കാരണം എന്താണെന്നറിയാമോ? 0 ആയി ഒരിക്കലും പോകത്തില്ല. കാരണം എന്താ? അവിടെ ചെറിയൊരു വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. നമ്മൾ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തത് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S2P മൈനസ് S1B അല്ലേ? അപ്പൊ നോക്കിയോ, അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പോവാണ്. ഇവിടെ D പ്ലസ് ഡി വന്നു, ഇവിടെ അത് തന്നെ എഴുതി S2P മൈനസ് S1B എന്ന് അതേപോലെ തന്നെ എഴുതി. ഈസിക്കൽ എന്താ? 2xD. അപ്പൊ ഇവിടെ D പ്ലസ് ഡി എന്ന് പറയുമ്പോൾ 2 ക്യാപിറ്റൽ D വരുന്നു, ഇൻറ്റു എന്താന്ന് എഴുതാം? S2P മൈനസ് S1B എന്ന് എഴുതും, ഈസിക്കൽ ടു 2xD. അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S2P മൈനസ് S1B എന്താന്നുള്ളതാണ്. അപ്പൊ അത് 2xD ഡിവൈഡ് ബൈ എന്താണ്? 2D എന്ന് വരുന്നു. ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് പോകുമ്പോൾ S2P മൈനസ് S1B ഈസിക്കൽ ടു xD ഡിവൈഡ് ബൈ D വരുന്നു. അതായത് ഡെല്ലിന്റെ വാല്യൂ ഇവിടെ xD ഡിവൈഡ് ബൈ D ആണ്. ഓക്കെ. അപ്പം ഇപ്പോഴും നമുക്ക് ഡെല്ലിന്റെ വാല്യൂ കിട്ടിയിട്ടുള്ളൂ അല്ലേ? നമുക്ക് ഇത് എക്സിന്റെ ടേമിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഇതിന്റെ എക്സിന്റെ ടേമിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഡി ഇവിടെ വരും, സ്മോൾ ഡി താഴെ വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽ ഇൻറ്റു ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി ഈസിക്വൽ ടു എന്താ? എക്സ് എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? നമുക്കറിയാം കണ്ടീഷൻ ഫോർ, ഒരു കാര്യം ചെയ്യാം, അതിന് മുമ്പ് ഒരു ഇതൊന്ന് കൺവേർട്ട് ചെയ്യല്ലേ, അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. നമുക്കറിയാം കണ്ടീഷൻ ഫോർ മാക്സിമം ഇന്റൻസിറ്റി എന്താ? ഡെൽ എന്ന് പറഞ്ഞാൽ എന്താണോന്നാ പറഞ്ഞത്? എൻ ലാംഡ ആവണമെന്നാ പറഞ്ഞത് അല്ലയോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇത് ഡെൽ ആണ്. അപ്പം S2P മൈനസ് S1P ഈസിക്വൽ ടു എന്താ? എൻ ലാംഡ ആണ്. S2P മൈനസ് S1P എന്ന് പറയുമ്പോൾ XD ഡിവൈഡ് ബൈ D ഈസിക്വൽ ടു എൻ ലാംഡ ആവണം. അതായത് ഇനി എക്സിന്റെ ടേമിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ X ഈസിക്വൽ ടു എൻ ലാംഡ ക്യാപിറ്റൽ D ഡിവൈഡ് ബൈ സ്മോൾ d വരുന്നിടത്ത് എല്ലാം കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അതായത് എക്സിന്റെ വാല്യൂ എൻ ലാംഡ ഡിവൈഡ് ബൈ ഡി വരുന്നിടത്തെല്ലാം കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും. ഇനിയും കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കോളൂ, നമുക്കറിയാം ഡെല്ലിന്റെ വാല്യൂ എന്തായിരിക്കണം? 2n+1 ഇൻറ്റു എന്തായിരിക്കണം? ലാംഡ ബൈ 2 ആയിരിക്കണം. അങ്ങനെയാണ് നമുക്കറിയാം ഡെൽ എന്ന് പറയുമ്പോൾ S2P മൈനസ് S1P ആണ്, ഈസിക്വൽ ടു 2n+1 ഇൻറ്റു ലാംഡ ബൈ 2 എന്നാക്കാം. ഇതെന്താ? ഇതിനെ നമുക്ക് S2P മൈനസ് S1B നെ നമുക്ക് എന്താക്കാം? XD ഡിവൈഡ് ബൈ D എന്നാക്കാം. XD ഡിവൈഡ് ബൈ ക്യാപിറ്റൽ D ഈസിക്വൽ ടു എന്താ? 2n+1 ഇൻറ്റു ലാംഡ ബൈ 2 എന്നാക്കാം. ഇനി ഇതിനെ എക്സിന്റെ ടേമിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നോക്കിയേ, ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ X ഈസിക്വൽ ടു 2n+1 ഇൻറ്റു ലാംഡ ക്യാപിറ്റൽ D ഡിവൈഡ് ബൈ 2D വരുന്നിടത്തെല്ലാം ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. അതായത് ആ മോളിലോട്ടുള്ള ലെങ്ത് O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മോളിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് X. ആ എക്സിന്റെ വാല്യൂ ലാംഡ ഡി ഡിവൈഡ് ബൈ ഡി വരുന്നിടത്തെല്ലാം എൻ ലാംഡ ഡി ഡിവൈഡ് ബൈ ഡി വരുന്നിടത്തെല്ലാം കൺസ്ട്രക്റ്റീവും 2n+1 ലാംഡ ഡി ബൈ 2D വരുന്നിടത്തെല്ലാം ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ഇതായിരിക്കും എന്റെ കണ്ടീഷൻ. ഇത്രയും ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഇതൊന്ന് എഴുതിയെടുക്കാനുള്ളതിൽ എഴുതിക്കും.